ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 21-22 തിരുവചനങ്ങൾ. ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. പരിശുദ്ധ തൃത്വേക ദൈവത്തിന് സ്തുതി. ആയുധധാരിയായ ശക്തൻ തൻ്റെ അധീനതയിലുള്ളവരെ പാപം കൊണ്ടും പലവിധത്തിലുള്ള ബന്ധനം കൊണ്ടും ഭയം കൊണ്ടും പിടിച്ചു വച്ചിരിക്കുന്ന സാത്താനെ സൂചിപ്പിക്കുന്നു. അവൻ്റെ അധീനതയിലുള്ളവർ അവൻ്റെ നിയന്ത്രണത്തിലാണ്. അവർക്ക് അവനിൽ നിന്നും മോചനം ലഭിക്കാത്ത വിധത്തിൽ ആയുധധാരിയായ ദുഷ്ടാത്മാവ് കാവൽ നിൽക്കുന്ന കൊട്ടാരത്തിൽ സാത്താൻ്റെ ദൃഷ്ടിയിൽ തൻ്റെ പിടിയിൽ അവർ സുരക്ഷിതരാണ്. തന്നിൽ നിന്നും അവർക്കൊരു മോചനമില്ല. എന്നാൽ കൂടുതൽ ശക്തനായവൻ നസ്രായനായ യേശു അങ്ങനെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വരുമ്പോൾ സാത്താൻ്റെ അധികാരം തകർക്കപ്പെടുന്നു. ദുഷ്ടാത്മാവ് ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ വഞ്ചന, പാപത്തിൻ്റെ അടിമത്തം, മരണഭയം, നിരാശ, ഡിപ്രഷൻ, അങ്ങനെ ഏതിനാലെല്ലാം സാത്താൻ ഒരാളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നുവോ അതിനെയെല്ലാം തുടച്ചു മാറ്റുവാൻ കൂടുതൽ ശക്തനായവനാണ് നമ്മുടെ യേശു. ദുഷ്ടാത്മാവിൻ്റെ ഓരോ ആയുധങ്ങളെയും അവനിൽ നിന്നും ഉന്മൂലനം ചെയ്ത് സാത്താൻ്റെ കൊള്ള മുതലായിരുന്ന അവൻ്റെ പിടിയിലായിരുന്ന മനുഷ്യരെ ക്രിസ്തു മോചിപ്പിക്കുന്ന സുന്ദര നിമിഷം. അങ്ങനെയുള്ളവർ ക്രിസ്തുവിനെ തങ്ങളുടെ രക്ഷകനും തങ്ങളുടെ ജീവിതത്തിൻ്റെ പരമാധികാരിയുമായി കരുതുന്ന, വിശ്വസിക്കുന്ന ആ ദിവസത്തിൽ യേശുവിൻ്റെ രക്ഷാപ്രവർത്തനത്തിലൂടെ മനുഷ്യൻ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് കടന്നു വരുന്ന ആ ദിവസം, ബന്ധനങ്ങളെ തകർത്ത് ദുഷ്ടശക്തികളുടെ അധികാരത്തിൽ നിന്നും മനുഷ്യനെ സ്വതന്ത്രനാക്കുന്ന ആ നല്ല ദിവസം. ഏതെങ്കിലും വിധത്തിലുള്ള ബന്ധനത്തിലാണ് നാം എങ്കിൽ അങ്ങനെയുള്ള ആ നല്ല ദിവസം ഇന്ന് തന്നെ നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുവാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.